ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ തമിഴ്നാട്ടിൽ കണ്ട പോലെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മിനോക്സിലാണ്. ഒരുപാട് നാളത്തെ സംശയമാണ് മിനോക്സിലും അതിനെപ്പറ്റി ചുറ്റി നടക്കുന്ന അഭ്യൂഹങ്ങളും പേടികളും. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. കൂടെ നമ്മൾ ഡെർമാ റോളർ അതിനെപ്പറ്റിയും അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മിനോക്സിലാണ്. മിനോക്സിലിനെ പറ്റി പറയുന്ന സമയത്ത് 1950 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്ഥാപനമായ അപ്ജോൺ കമ്പനിയാണ് മിനോക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹെയർ ട്രീറ്റ്മെന്റ് ആയിട്ടല്ല, അവർ നമ്മുടെ മനുഷ്യരിൽ വരുന്ന അൾസറിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് മിനോക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് തുടർന്നും ലാബ് ടെസ്റ്റുകളിൽ ചില മൃഗങ്ങളിൽ നടത്തിയ ടെസ്റ്റുകളിലും മരുന്ന് ഫലവത്താകുന്ന കണ്ടുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയായിരുന്നു ചെയ്തത്. തുടർന്നും 1988 കൂടി FDA മിനോക്സിൽ മുടികൊഴിച്ചിലുള്ള മരുന്നായി അംഗീകരിക്കുകയും ചെയ്തു. സോ മിനോക്സിൽ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കായി FDA അപ്രൂവ് ചെയ്ത ഹെയർ റീറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന, അതായത് മുടിയെ നിലനിർത്താൻ ഉപയോഗിക്കുന്ന വളരെ ഫലപ്രദമായ ഒരു മെഡിസിൻ ആണെന്ന് തന്നെ പറയാം. ഇന്നും ആളുകൾക്കിടയിൽ മിനോക്സിനെ പറ്റി ഒരുപാട് അനാവശ്യമായ ഭീതിയും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സൈഡ് എഫക്ട്സ് ആണ് മെയിൻ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരിക്കുന്ന ചില പ്രധാന ചോദ്യങ്ങളും സംശയങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉയർന്നു വന്നിരിക്കുന്നതിൽ ആദ്യത്തെ ഒരു ചോദ്യമാണ്, എന്താണ് മിനോക്സിൽ? മിനോക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഹെയറിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 6 വർഷം തൊട്ട് 7 വർഷം വരെയാണ് കണക്കിലെടുക്കാം. ഈ ലൈഫ് സ്പാൻ കുറഞ്ഞ് 3, 2, 1 വർഷങ്ങളിലേക്കായിട്ട് ചുരുങ്ങും. അപ്പൊ ഈ ചുരുങ്ങുന്ന ലൈഫ് സ്പാനെ തിരിഞ്ഞ് അതിന്റെ പഴയ സ്റ്റേജിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് മിനോക്സിൽ എന്ന് പറയുന്നത്. മിനോക്സിൽ നമുക്ക് ലിക്വിഡ് ഫോം, ടാബ്ലറ്റ് രൂപത്തിൽ അവൈലബിൾ ആണെങ്കിലും കൂടുതൽ യൂസ് ചെയ്ത് കണ്ടുവരുന്നത് ലിക്വിഡ് രൂപത്തിലുള്ള മെഡിസിൻ ആണ്. മിനോക്സിൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ആൾക്കാർക്ക് മനസ്സിൽ വരുന്നത് ഇതിന്റെ സൈഡ് എഫക്ട്സുകളാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ സൈഡ് എഫക്ട്സുകൾ എന്ന് നോക്കാം. ഇതിനെപ്പറ്റി പ്രധാനമായിട്ട് ഉയർന്നു വരുന്ന ഇതിൻ്റെ ഒരു പ്രധാന സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്, മിനോക്സിൽ യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അത് ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. മുടി ഒഴിച്ചിൽ കഷണ്ടി നേരിടുന്ന ആളുകൾ നമ്മൾ സാധാരണ ആളുകളെ അപേക്ഷിച്ച്, അതായത് മുടി നന്നായിട്ടുള്ള ആളുകളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിട്ട് മുടി കെയർ ചെയ്യേണ്ടതായിട്ട് വരും. പ്രോപ്പർ ട്രീറ്റ്മെന്റോട് കൂടിയല്ല നമുക്ക് മുടി നിലനിർത്താൻ കഴിയില്ല. അതർവൈസ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് നമുക്കുള്ളൊരു ഓപ്ഷൻ. അതും എന്നെ പോലെ ഒരു 5th, 6th, 7th ഗ്രേഡ് കഷണ്ടി ഉള്ളവരെ സംബന്ധിച്ചോളം അതൊരു 50-50 ചാൻസസ് മാത്രമാണ്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും, നമ്മളൊരു നിശ്ചിത കാലയളവിലേക്കാണോ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഹെൽത്ത് നോക്കുന്നത്. അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ ഹെയർ ട്രീറ്റ്മെന്റും. അത് ഡെയിലി നമ്മൾ കെയർ ചെയ്യുന്നത് എന്താണ് ബുദ്ധിമുട്ട്? ചില ആളുകൾ സ്കിൻ റാഷസ്, ഇച്ചിങ്, ചെറിയ തോതിലുള്ള ബേണിംഗ് സെൻസേഷൻ എന്നിവ കണ്ടുവരാറുണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ 8 വർഷത്തിന് മുകളിലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു മെഡിസിൻ ആണ് മിനോക്സിൽ. അതൊരു ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മിനോക്സിലായിരുന്നു. തുടർന്നും ചില സ്കിൻ പ്രോബ്ലംസ് കാണിക്കുകയും ഞാൻ അതിനെ തുടർന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെയാണ് എനിക്ക് ഇതിന്റെ മെയിൻ ഡ്രോബാക്ക് മനസ്സിലാക്കി തുടങ്ങിയത്. അതായത് ഞാൻ ഏത് സ്റ്റേജിലാണോ മിനോക്സിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയത് അതേ അവസ്ഥയിലേക്ക് എൻ്റെ ഹെയർ തിരിച്ചു വന്നു. പിന്നീടാണ് ഞാൻ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം നോൺ ആൽക്കഹോൾ ആയിട്ടുള്ള മിനോക്സിൽ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. എൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒരു 2500 ഗ്രാഫ്റ്റ് ഒഴിച്ചാൽ ഇവിടെ തൊട്ട് ബാക്ക് ഏരിയ വരെ ഹെയർ എനിക്ക് ഗ്രോത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തതിന് ശേഷമാണ്. മറ്റേതിനെ അപേക്ഷിച്ച് ഒരു ക്വിക്ക് റിസൾട്ട് ഒന്നും ഇല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്ട്സ് വളരെ തീരെ കുറവാണ് ഇതിന്. പിന്നെ മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർട്ട് ബീറ്റ് കൂടും, സെക്ഷൽ ഡിസയർ ഓർ സെക്ഷൽ പൊട്ടൻഷ്യൻ ഒക്കെ ബാധിക്കും. ഇത് രണ്ട് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതുവരെ ആർക്കും നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിനോക്സിൽ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ മുടിയൊക്കെ കൊഴിയുന്നു. ഓക്കെ, അത് ശരിക്കും മുടി ഓൾറെഡി ഷെഡ് ചെയ്യാനുള്ള ഹെയർ മെഡിസിൻ യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കൊഴിയുന്നതാണ്. നിങ്ങൾക്ക് ഒരു 2-3 മാസത്തിനകം തന്നെ മിനോക്സിൽ സപ്പോർട്ട് കൊണ്ട് തന്നെ പോയ മുടിയൊക്കെ തിരിച്ച് ഗ്രോത്ത് ചെയ്യുന്നതുമാണ്. സ്വാഭാവികമായിട്ട് ഈ ടൈം മുതൽ നമ്മുടെ ബോഡി മിനോക്സിൽ ഡിപ്പെൻഡഡ് ആവും. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം വരുന്നത്. അതായത് നമ്മൾ മിനോക്സിൽ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, യൂസ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുള്ള സാധ്യത ഉണ്ടാവുമെന്ന് പറയുന്നത്. നോർമലി മിനോക്സിൽ 2%, 5%, 10% എന്നീ ഗ്രേഡുകൾ അവൈലബിൾ ആണെങ്കിലും നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്, അതായത് കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് 2%, 5% ആണ്. മിനോക്സിൽ ചില ആളുകളെങ്കിലും കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം കാര്യമായ റിസൾട്ട് കണ്ടുവരുന്നില്ലെന്ന് പറയാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രേഡ് അതിപ്പോൾ 2% ആണെങ്കിൽ അത് നിങ്ങളുടെ ബോഡി ആയിട്ട് യൂസ്ഡ് ആവുന്നതുകൊണ്ടാണ്. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, നിങ്ങൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 2% ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു 5%ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി 2 ടൈംസ് യൂസ് ചെയ്യാൻ ബെറ്റർ റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നവരുണ്ട്. നമുക്ക് ഇതിപ്പോൾ വൺസിനെ ഡേ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഓവറായിട്ട് യൂസ് ചെയ്താൽ ഒരു ബെറ്റർ റിസൾട്ട്, കൂടുതൽ റിസൾട്ട് കിട്ടുമെന്നൊന്നും പറയുന്നതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. മിനോക്സിൽ യൂസ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ഡെർമാ റോളറൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വളരെ വളരെ വണ്ടർഫുൾ ആയിട്ടൊരു റിസൾട്ട് കിട്ടുന്നതാണ്.
ഇനി ഡെർമാ റോളർ എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഫിസിക്സ് ആണ്. കാരണം നമ്മുടെ കഷണ്ടി ആയാലും മുടിയില്ലാത്ത ഭാഗത്ത് ഡെർമാ റോളർ യൂസ് ചെയ്ത് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിലുള്ള മൈക്രോ ഇഞ്ചുറീസ് ഉണ്ടാവുകയും സ്വാഭാവികമായിട്ട് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുവഴി മുടി കിളുക്കുന്നതിന് ഒരു ചാൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് കൂടാതെ അതിന്റെ കൂടെ നമ്മൾ മിനോക്സിൽ യൂസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഹെയർ ഗ്രോത്തിനുള്ള ചാൻസ് ഉണ്ടാവും അവിടെ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാം. ആദ്യം ഈ ഒരു ഡയറക്ഷനിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. ആ ഒരു ആംഗിളിൽ നമ്മളൊരു 6 തവണ, ഇങ്ങനെ എല്ലാ ആംഗിളിലും നമ്മൾ 6 തവണ നമ്മുടെ മുടിയില്ലാത്ത ഭാഗം എവിടെയൊക്കെയാണോ അവിടെയെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം. അത്യാവശ്യം ഒരു ചെറിയ പ്രഷറിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഓരോ തവണത്തെ ഉപയോഗത്തിന് ശേഷം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ല ആൽക്കഹോളിലോ അല്ലെങ്കിൽ ഡെറ്റോളിലോ അതുപോലുള്ള എന്തെങ്കിലും ലൈനിൽ മുക്കി വെക്കുക. അതിന് ശേഷം പൈപ്പ് കുറച്ച് ഫോഴ്സിൽ പൈപ്പ് തുറന്ന് വെച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ ജോയിറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഓരോ തവണ ഉപയോഗത്തിന് ശേഷവും ക്ലീൻ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതേപോലെ തന്നെ ഒരാൾ യൂസ് ചെയ്ത സാധനം മറ്റാളുകൾ ഉപയോഗിക്കാതിരിക്കുക.